ഇടിമഴ കാറ്റ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പമുള്ളത് സംവിധായകൻ അംബ്ലീസ് രംഗൻ, നിർമ്മാതാവ് ജിഷ്ണു, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നടൻ ശ്രീനാഥ് വാസി. നമുക്ക് സംവിധായകൻ എന്ന് തുടങ്ങാം. ഇപ്പോൾ ഇടിമഴ കാറ്റ് എന്ന് പറയുമ്പോൾ ഒരു വളരെ കോമൺ ആയിട്ടുള്ളൊരു വാക്കുകളാണ്. പക്ഷെ നമുക്ക് ഈ ഒരു പോസ്റ്ററും ഇതിൻ്റെ ഒരു ടീസറൊക്കെ കാണുമ്പോൾ ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് ഇടിമഴ കാറ്റ്, ഒരു സിനിമയുടെ ആശയം എന്താണ്? ഇടിമഴ കാറ്റ് പ്രതിനിധാനം ചെയ്യുന്നതേ അവർ 4 പ്രധാനപ്പെട്ട കഥാപാത്രം. ഈ കഥാപാത്രങ്ങളെ സൊസൈറ്റിയിൽ അവരെ കാണുന്ന കാഴ്ചപ്പാട് ഒരു തരത്തിൽ ഒരു ഭ്രാന്ത്, അവർ നോർമലല്ല എന്ന് കാണപ്പെടുന്നു. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സിനെ അല്ലെങ്കിൽ തോട്ട്സിനെ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഇടിമഴ കാറ്റ്. എസ്പെഷ്യലി ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. അത് ഒരു ട്യൂഷൻ മാസ്റ്ററാണ്, ഒരു കെമിസ്ട്രി സാറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യൂസ് കംപ്ലീറ്റും കെമിസ്ട്രിയേക്കാൾ അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ വ്യൂസ് പൊളിറ്റിക്സിലാണ്. അപ്പോൾ പുള്ളിയുടെ ഉള്ളിൽ നടക്കുന്ന കുറേ സംഘർഷങ്ങളുണ്ട്. അത് സൊസൈറ്റിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഘർഷങ്ങൾ. അദ്ദേഹം കാണുന്ന കാഴ്ചകളിൽ തന്നെ കാണുന്ന പൊളിറ്റിക്സാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം തന്നെ പറയുന്നുണ്ട്, എൻ്റെ തലയ്ക്കുള്ളിൽ മുഴുവൻ ഇടിയും മഴയും കാറ്റുമാണ്. അതിനെ നിങ്ങൾ ഭ്രാന്തെന്ന് വിളിക്കുകയാണെങ്കിൽ ഐ എം നോട്ട് ബോദർ, അത് ഭ്രാന്ത് തന്നെയാണ്, അതിൻ്റെ മാത്രം പ്രശ്നമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രതിനിധാനം ചെയ്യുന്നത് ഉള്ളിലെ ഒരു കോൺഫ്ലിക്റ്റുകളെയാണ്, തോട്ട്സുകളെയാണ്, ആശയങ്ങളെയൊക്കെയാണത്. ഐ മീൻ അത് പ്രകൃതിയിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആണല്ലോ, ഒരു ഇതാണല്ലോ, നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അതാണ്, അതിനപ്പുറത്തേക്കുള്ള ആഴങ്ങളൊന്നും ഇല്ല ആ പേരിൽ, അത്ര തന്നെ. ശ്രീനാഥ് വാസിയിലെ അജിത്ത് അല്ലേ, ഒരു അധ്യാപകനാണ് ഇതിൽ. അതെ. എന്താണ് ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ളത്? അതിപ്പോൾ മറ്റേ സ്കൂൾ ഓഫ് റോക്കി പറഞ്ഞ ദോസ് ഹു കാൻ ടീച്ച് എന്ന് പറയുന്നുണ്ട് ആ പടത്തിൽ, അതുപോലത്തെ ക്യാരക്ടറാണ് എൻ്റെ. ഐ എം മോർ ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്. അപ്പോൾ പുള്ളി കെമിസ്ട്രി പഠിപ്പിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. പുള്ളിയുടെ പരിപാടികൾ എന്താ പറയുക, ഉദ്ദേശിച്ച ജോലിയല്ല പുള്ളി ചെയ്യുന്നത്, ഐ ബിലീവ്. അപ്പോൾ അങ്ങനത്തെ, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഹാസ് സർട്ടൻ ഇഷ്യൂസ് ദാറ്റ് ഹി ഹാസ് ടു ഡീൽ വിത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ ഈ പറഞ്ഞ പോലെ ഔട്ട്കാസ്റ്റാണ് പുള്ളി. അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രം, അങ്ങനത്തെ ഓരോ കഥാപാത്രങ്ങൾക്കുണ്ട്. ചെമ്പനും സുധിക്കും, ഓൾ ഓഫ് ദം ഹാവ്. ആൻഡ് ഈ പറഞ്ഞ കെയോസ്, ഇടിമഴ കാറ്റെന്ന് പറഞ്ഞ സംഭവം ശരിക്കും നല്ലതാണല്ലോ. അതിപ്പോൾ ഒരു ക്ലൈമാക്സ് ഒക്കെ പോലെ കുറച്ച് ഇടിമഴ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് യു ഫീൽ ലൈക്ക് യുവർ ക്ലെൻസ്ഡ്, ഓർ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വന്ന പോലെയോ എന്തെങ്കിലും ഒന്ന് കുളിച്ചിറങ്ങിയ പോലെയോ. ഇറ്റ്സ് സ്പീക്കിംഗ് എ ലോട്ട് ഓഫ് തിങ്സ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അമ്പിളിച്ചേട്ടൻ എനിക്ക് തോന്നുന്നു കട്ടിലേന്ന് എണീറ്റൊന്നും ഉണ്ടാക്കി പടം, അതിനെക്കുറിച്ച് പുള്ളി പിന്നെ പറയും. ഹി വാസ് നോട്ട് റിയലി ഡൂയിങ് വെൽ ഫിസിക്കലി. അപ്പോൾ ഇറ്റ് വാസ് ഐ തിങ്ക് ഒരു പേഴ്സണൽ സ്ട്രഗിളും കൂടെ ആയിരുന്നു ടു പ്രൂവ് എ പോയിന്റ് ഓഫ് മേക്ക് എ ഫിലിം. സോ അങ്ങനെ കുറച്ചധികം ടൈമൊക്കെ എടുത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുണ്ടായ ഒരു സിനിമയാണ്. അപ്പോൾ ഐ ബിലീവ് പീപ്പിൾ ലൈക്ക് ഇറ്റ്. കാരണം ഇതിൻ്റെ ഈ പറയുന്ന സബ്ജക്റ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. യൂഷ്വലി നമ്മൾ സംസാരിക്കാത്ത ഔട്ട്കാസ്റ്റുകളെയും ആൾക്കാർ തള്ളി പറയുന്ന ആൾക്കാരെയൊക്കെ വെച്ചിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടം. കാരണം നമ്മൾ കാണുന്ന ഒരു പൊതുവേ കാണുന്ന ഒരു സ്ട്രെങ്ത്തുള്ള സൊസൈറ്റിയല്ല നമ്മൾ ചിലപ്പോൾ അരികിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന ആ സൊസൈറ്റിയെ അത് പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അത് ഇൻക്ലൂഡിങ് നമ്മളുടെ ഇവിടെ മൈഗ്രേറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ, അതായത് പറയുന്ന തൊഴിൽ അന്വേഷിച്ച് വരുന്ന ആൾക്കാരുടെ അതൊരു ട്രാക്കിലൂടെ പോകുന്നു. അവരൊരു അരികിലുള്ളതാണ്. അവരുണ്ടാക്കുന്ന സൊസൈറ്റിയിലെ കോൺഫ്ലിക്റ്റുകളും അവരുണ്ടാക്കുന്ന സൊസൈറ്റിയിലെ ഇൻസിഡൻസുകളും ഒക്കെ അത് റിലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാരക്ടർ വൈസ് എനിക്ക് തോന്നുന്നു ഞാനത് അമൽ പിരപ്പൻകോട് 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം കിട്ടിയ എഴുത്തുകാരനാണ്, നോവലിസ്റ്റാണ്. കഴിഞ്ഞ വർഷം ഇദ്ദേഹത്തിന് ഗീതാ ഹിരൺമയൻ അവാർഡ് കേരള സ്റ്റേറ്റിന് കിട്ടിയിട്ടുണ്ട് ചെറുകഥയ്ക്ക്. അത് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടറുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അമൽ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ്, നിങ്ങളുടെ ഒരു കൊളാബറേഷൻ എങ്ങനെയാണ്? അമൽ ഒരു കാർട്ടൂണിസ്റ്റ് കൂടിയാണ്. അതെ. അമൽ ഞാൻ ഈ സിനിമ ഇത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു സിനിമയെക്കുറിച്ചാണ് ആലോചിക്കുന്ന സമയത്ത് ഞാൻ അമലിൻ്റെ ഒരു പുസ്തകം വായിക്കാനും അത് മലയാള മാഗസിനിൽ വന്നൊരു പുസ്തകത്തിൻ്റെ ഒരു ചാപ്റ്റർ വായിക്കുമ്പോഴാണ് ഞാനുമായിട്ട് റിലേറ്റഡ് ആണ് ഈ റൈറ്ററെന്ന് തോന്നുകയും കണ്ടുമുട്ടുകയും. അങ്ങനെയല്ല, അമലിൻ്റെ എഴുത്തിൻ്റെ ശൈലി വളരെ വളരെ സാധാരണക്കാരുടെ എഴുത്ത് ശൈലിയാണ്. ഈ സിനിമയിലും തന്നെ സാധാരണക്കാർ നമ്മൾ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ അറിയാം, എല്ലാവരും സാധാരണ മനുഷ്യരാണ്.
എല്ലാവരും ഒരു തരത്തിലുള്ള വർണ്ണപ്പകിട്ടുകളൊന്നും ഇല്ലാതെ സാധാരണ ജീവിക്കുന്ന മനുഷ്യരാണ്. അത് പോർട്രേറ്റ് ചെയ്യാനായിട്ട് എഴുതുന്ന നല്ലൊരു എഴുത്തുകാരനാണ്, യുവസാഹിത്യകാരനാണ് അമൽ. അമലിനെ ഞാൻ പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നൊരു കാര്യം, അമലിനെക്കുറിച്ച് അവർക്ക് കൂടുതൽ അറിയാമായിരിക്കും വായനയിലൂടെ. എനിക്ക് ആ ക്യാരക്ടർ അജിത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ, അദ്ദേഹത്തിനെ പൊളിറ്റിക്സ് എന്നാണ് നാട്ടിൽ വിളിക്കുന്നത്. ആ ക്യാരക്ടർ ഞാൻ അത് മനസ്സിലാക്കുന്ന സമയം തന്നെ എൻ്റെ മനസ്സിൽ ശ്രീനാഥ് വാസി തന്നെയായിരുന്നു. എന്നിട്ട് ഞാൻ ശ്രീനാഥ് വാസി കണ്ടെത്തുകയും ഈ നാല് ക്യാരക്ടേഴ്സ് ഈക്വലായിട്ട് വന്നിരുന്നു. അതിൽ അധ്യാപകനാകുന്ന പൊളിറ്റിക്സ് എന്ന് വിളിക്കപ്പെടുന്ന ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും കെമിസ്ട്രി പഠിപ്പിക്കുമ്പോൾ അത് പൊളിറ്റിക്സിലേക്ക് തന്നെ പോകുന്ന മനസ്സുള്ള ആ ക്യാരക്ടർ അത് ശ്രീനാഥ് ബാസി തന്നെയായിരുന്നു. ഞാൻ ഫസ്റ്റ് തന്നെ മനസ്സിൽ ശ്രീനാഥ് ബാസിയിലാണ്. എനിക്ക് ഇതിനു മുമ്പ് അങ്ങനെ ഒരു അധ്യാപകന്റെ വേഷം ക്രൈറ്റീരിയൻ കറക്റ്റ് പ്രാന്തുണ്ട് മറ്റേത് ഓക്കെ ബാസി റൈറ്റ് അവേ. അല്ല ജഡ ഇറ്റ് വാസ് ഇൻ എ ടഫ് കാസ്റ്റിംഗ് ഫോർ യു. അത് മാത്രമല്ല വളരെ മനോഹരമായിട്ട് അത് ചെയ്യുകയും ചെയ്തു. രണ്ട് സ്ഥലത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പാസ്റ്റും അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹമായി ഭയങ്കര രസമായിട്ട് ചെയ്തു. I think we reshot some parts of it as well. അപ്പോൾ I had time to work on the character. അപ്പോൾ ഷൈൻ പറഞ്ഞിട്ടുള്ള പോലെയാണ് അത് ജീവിതത്തിൽ ഒരു ചാൻസും കൂടെ കിട്ടുന്നുണ്ട്. ചാൻസ് ഇറ്റ്സ് അങ്ങനത്തെ എന്താ പറയുക ലക്ഷറി അല്ലാത്തതുമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബട്ട് ഐ തിങ്ക് ആ റീഷൂട്ടൊക്കെ ഐ തിങ്ക് വുഡ് ഹാവ് ബീൻ is for the good of the film. So ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷൂട്ടായിരുന്നു. കാരണം എല്ലാവരുടെ സെപ്പറേറ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് പോർഷൻസ് മാത്രമാണ് നമ്മൾ ഒരുമിച്ചുള്ളത്. അതും പിന്നെ ഈ all these actors are impeccable. അപ്പോൾ to have an opportunity to do ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ഇത് ആൾക്കാർ സംസാരിക്കാറില്ല ഇങ്ങനെ. So I'm very happy, especially the writer and മ്യൂസിക് ഡയറക്ടർ. ഇപ്പോൾ ടീസർ റിലീസ് ചെയ്തപ്പോഴും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ശ്രീനാഥ് ബാസിയുടെ വേറൊരു സ്ലാങ്, നമ്മൾ ഇതുവരെ കാണുന്ന ഒരു തരം അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. അപ്പോൾ അത് എങ്ങനെയായിരുന്നു? അത് ഞാൻ പറഞ്ഞ അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചെമ്പൻ വിനോദ് ചെയ്ത ക്യാരക്ടർ ആണെങ്കിൽ വേറെ. അതെ, ചെമ്പൻ വിനോദ് ജോസിൻ്റെ ക്യാരക്ടർ പാലക്കാടിലെ കൃത്യമായി കൊല്ലങ്കോട് ഭാഷയിലെ ആ തമിഴ് ചുവയുള്ള സ്ലാങ്ങാണ് സംസാരിക്കുന്നത്. ഈ സിനിമയിലെ 4 ആക്ടേഴ്സും അവരവരുടെ ഡയലക്ട്സ് അവരവരുടെ ശൈലിയിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ടില്ല. അത് മനഃപൂർവ്വമായിരുന്നോ? അല്ല, അത് ഈ ആക്ടേഴ്സ് ഈ ക്യാരക്ടേഴ്സായിട്ട് വന്നപ്പോൾ മനഃപൂർവ്വം അങ്ങനെ ആയതോ അതോ എഴുതുമ്പോൾ തന്നെ അങ്ങനെ? പിന്നെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് എപ്പോഴും നമ്മൾ ട്രിവാൻഡ്രം സ്ലാങ് ആക്ടേഴ്സ് ചെയ്യുന്ന കാണുമ്പോൾ എപ്പോഴും അതിനകത്തൊരു ചെറിയ എക്സാജറേഷൻ. അതെ. പക്ഷേ അത് വളരെ മനോഹരമായിട്ട് ശ്രീ തന്നെയാണ് പറഞ്ഞത്. അതൊരു കെമിസ്ട്രി സാറാണ്. അദ്ദേഹത്തിന് ലോകത്തിൻ്റെ വേറൊരു വ്യാപ്തി ഉണ്ടാകും. ആ പറയുന്ന സ്ഥലത്ത് വരുമ്പോഴേ അങ്ങനെ തന്നെ പറയണം. പക്ഷേ ഒരിക്കലും ആ ട്രിവാൻഡ്രത്തിൻ്റെ നേറ്റിവിറ്റിയുടെ ബോർഡർ കളയാതെയാണ് ചെയ്യുന്നത്. അത് ശരിക്ക് ടീസർ ഇറങ്ങിയപ്പോൾ അത് ഓഡിയൻസ് സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ഇതുകൊണ്ട് രണ്ട് ട്യൂണായതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോൾ എന്നെ ഇവിടെ കൊച്ചിയിൽ ശ്രീനാഥ് എന്ന് വിളിക്കുന്നത്, അവിടെ വിളിക്കുന്ന 2 ഡിഫറെൻറ്റ് തിങ്സ്. അപ്പോൾ ഇത്ര എവിഡൻ്റ് ആണെന്ന് എനിക്ക് അറിയില്ല ഞാൻ ചെയ്തപ്പോൾ ഐ തിങ്ക് സോ. പക്ഷേ ഇൻ റിയാലിറ്റി രണ്ട് ട്യൂണാണ്. പുതിയ നിർമ്മാതാവാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എത്തിയത്? അപ്പോൾ എല്ലാം കുറച്ച് ഇവർ പറഞ്ഞ റൈറ്റർ പുതിയതാണ്, ഡയറക്ടർ പുതിയതാണ്. വിളിച്ചിട്ട് ഈ പ്രൊജക്റ്റായിട്ട് വന്നാലും ഇതിൻ്റെ കഥ കേട്ടൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ അമലിൻ്റെ അതായിട്ട് അത്യാവശ്യം ഒക്കെ വായിക്കുന്നതാണ്. അത് കേട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഈ പടം എൻ്റെ വിഞ്ചി ക്രിയേഷൻ്റെ ബാനർ ചെയ്യുന്നു തോന്നുന്നു. നമ്മൾ കുറച്ച് സൗഹൃദങ്ങളുണ്ട്. 5-6 ആൾക്കാർ കൂടിയിട്ടാണ് പ്രൊഡ്യൂസറായി. നിങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. എല്ലാവരും നല്ല ടെക്നീഷ്യൻസാണ്, എല്ലാ ആൾക്കാരും. ഗൗരി, പിന്നെ എഡിറ്റർ മനോജേട്ടൻ, സൗണ്ട് ജയദേവൻ, എല്ലാം നല്ല ടീമായിട്ട് നമ്മളെ ഹെൽപ്പിംഗ് ആയിട്ട് എല്ലാവരും ആൾക്കാരുണ്ടായിരുന്നു. ഒരു കൂട്ടായ്മയാണ്. എനിക്കൊണ്ട് ഗൗരി മ്യൂസിക് ത്രൂ ഔട്ട് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. എനിക്കൊണ്ട് അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നുന്നു. അതും പാട്ട് ഭയങ്കര ഹിറ്റാണ്. ബിക്കോസ് നമ്മുടെ ഇവിടെ സൗണ്ട്സ്കേപ്പ് ഏകദേശം പ്രഡിക്റ്റബിൾ എന്നുള്ളൊരവസ്ഥയിൽ നമ്മളെപ്പോഴും പല പുതിയ പരിപാടികൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമ്മൾ പെട്ടെന്ന് ബോറടിക്കുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് എവ്രിവെയർ എൽസ്. അപ്പോൾ ഇൻ ദാറ്റ് കേസ് ഗൗരി ലക്ഷ്മീസ് മ്യൂസിക് വുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം ഐ തിങ്ക് ഇൻഡി സീനിലെ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ്, അവർ കേൾക്കുന്നതാണ് ഗൗരിയുടെ മ്യൂസിക്കൊക്കെ. അപ്പോൾ സിനിമയിൽ ഈ പറയുന്ന പോലെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഷുഡ് കം.
ആസ് മ്യൂസിക് ഡയറക്ടേഴ്സ് ആൻഡ് യുനോ ആ ഫ്ലേവർ വേറെ സൗണ്ട്സ്കേപ്പാണ് ആക്ച്വലി. സോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മലയാള സിനിമയിൽ ഈ പറയുന്ന ഈ ഇൻഡി മ്യൂസിക്സ് എന്ന് പറയുന്ന ഒരു ജോൺ വളരെ വേറൊരു സ്പേസിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ അവരെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു ലിറ്ററേച്ചറിൻ്റെ ഒരു പോയിൻ്റ് ഇതിനകത്തുണ്ട്. അതായത് ഒരു കഥാകൃത്തിൽ നിന്നാണ്, ഒരു നോവൽ എഴുതുന്ന ഒരാളിൽ നിന്നാണ് നമ്മൾ ക്യാരക്ടേഴ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പോഴും അതിൻ്റെ ഒരു സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ആ സ്പേസിലെ ആക്ടേഴ്സിനെ പോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് അതിൻ്റെ ബാക്കിലും ഉള്ളവർ. അപ്പോൾ വരികൾ എഴുതുമ്പോൾ ആ വരികൾക്ക് അത്രയും ലളിതമായിരിക്കണം എന്നുള്ള കാര്യത്തിലും അത് കുറച്ച് മൂർച്ചയുള്ളത് ആകണം എന്നുള്ള ഒരു തോട്ടിലാണ് ഗൗരിയുടെ അടുത്ത് എത്തുന്നത്. പക്ഷേ ഗൗരി അത് വളരെ നന്നായി കൺസീവ് ചെയ്യും. അത് വളരെ നന്നായിട്ട് ആ സോങ് കൊണ്ടുവരികയും ചെയ്തു. എനിക്ക് തോന്നുന്നു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊരു മ്യൂസിക്കലാണെന്നതിനേക്കാളും കൂടുതൽ ഞാൻ അവരുടെ സ്പേസിലോട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഈ സിനിമയ്ക്ക് ഇത്രയും മ്യൂസിക് സ്പേസ് ഉണ്ടോയെന്ന് ആ എന്നുവെച്ചാൽ ഇപ്പം